നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം വാസ്തുശാസ്ത്രമാണ്. വാസ്തുദോഷങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. കുടുംബത്തിലുണ്ടാവുന്ന അപ്രത്യക്ഷമായ ചെലവുകൾ, നമ്മൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, വരവിനേക്കാൾ കൂടുതൽ ചെലവ്, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരാറുണ്ടല്ലേ. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഓർമ്മക്കുറവ്, പരീക്ഷകളിലൊക്കെ തോൽവി, അതുമല്ലെങ്കിൽ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടിലെ വാസ്തുദോഷം കൊണ്ടാവാം. ആ വാസ്തുദോഷം മാറ്റാനുള്ള ചില പ്രതിവിധികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിന് ഒന്ന് മാത്രം മതി. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന നാരങ്ങ കൊണ്ട് എങ്ങനെയാണ് വാസ്തുദോഷങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കരിങ്കണ്ണ് അഥവാ കണ്ണുദോഷം തീർക്കാൻ ഏറെ ഉചിതമായ ഒന്നാണ് നാരങ്ങ. വീടുകളുടെ മുന്നിൽ നാരങ്ങയും പച്ചമുളകും കൂടി കെട്ടിത്തൂക്കുന്നത് ഈ ദോഷം തീർക്കും. വീടുകളിൽ മാത്രമല്ല, ഓഫീസിലും കടകളിലുമെല്ലാം ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം കരിങ്കണ്ണ് അഥവാ കണ്ണുദോഷമൊക്കെ തീർക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ കുട്ടികളുടെ പഠന കാര്യത്തിലോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വിജയം ഉറപ്പാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാണ് ഇത്. ഒരു നാരങ്ങ 4 ഗ്രാമ്പൂവും എടുക്കുക. ഗ്രാമ്പൂ നാരങ്ങയിൽ കുത്തിവെക്കുക. ഇത് ഹനുമാൻ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് ഹനുമാൻ പ്രീതിക്കുള്ള ഹനുമാൻ ചാലിസ എന്ന മന്ത്രം ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് കൈ പിടിച്ച് ചെയ്താലും മതി. ഇത് നിങ്ങളുടെ വിജയം ഉറപ്പാക്കും. പഠനത്തിലും നിങ്ങൾ വിചാരിച്ച ഏത് കാര്യമാണോ അത് നടക്കാൻ ഇങ്ങനെ ചെയ്താൽ മതിയാകും. ബിസിനസ്സിൽ വളർച്ചയുണ്ടാകാൻ ഒരു നാരങ്ങ എടുത്ത് ബിസിനസ് സ്ഥാപനത്തിന്റെ 4 ചുവരുകളിലും മുട്ടിക്കുക. ഇത് 4ആക്കി മുറിച്ച് 4 ദിശകളിലായി പുറത്തേക്ക് എറിയുക. ഇങ്ങനെ ചെയ്യുന്നത് നെഗറ്റീവ് ഊർജം നീക്കാൻ ഏറെ നല്ലതാണ്. ഇനി ശനിയാഴ്ചകളിലായി 7 തവണ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറെ നല്ലതാണ്. ബിസിനസ്സിലേക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവാൻ ഇങ്ങനെ ചെയ്യുന്നത് ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ഇല്ലാതെ ഇരിക്കുകയാണെങ്കിലും ജോലി സാധ്യത വർദ്ധിപ്പിക്കാനും നാരങ്ങ കൊണ്ടുള്ള കർമ്മമുണ്ട്. ഒരു നാരങ്ങയിൽ 4 ഗ്രാമ്പ് കുത്തിവെക്കുക. ഇത് ഹനുമാൻ വിഗ്രഹത്തിലോ ക്ഷേത്രത്തിനോ മുന്നിൽ വെച്ച് 108 തവണ ഹനുമാൻ ചാലിസ ജപിക്കുക. ഇത് തടസ്സങ്ങൾ നീക്കി വേഗത്തിൽ ജോലി കിട്ടുവാൻ അവസരമുണ്ടാക്കുന്നു. സന്താന ഭാഗ്യത്തിനും നാരങ്ങ കൊണ്ടുള്ള കർമ്മങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നാരകത്തിന്റെ വേരാണ് ഉപയോഗിക്കുന്നത്. ഉത്തര നക്ഷത്രത്തിൽ അന്ന് ഇത് പശുവിൽ പാലിൽ അരച്ച് ചേർത്ത് കുടിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന് വിശ്വാസം. ധനവർദ്ധനും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും കടബാധ്യതകളൊക്കെ തീർക്കാനും വേണ്ടി നാരങ്ങ കൊണ്ടുള്ള കർമ്മങ്ങളാണ് ഇനി പറയുന്നത്. ഒരു നാരങ്ങ എടുത്ത് തലയ്ക്ക് മുകളിൽ നിന്നും തുടങ്ങി പാദം വരെ 7 തവണ ഒഴുകുക. ഇത് 2 കഷ്ണങ്ങളായി മുറിച്ച് ഒന്ന് പിന്നിലേക്കും മറ്റൊന്ന് മുന്നിലേക്കും എറിയുക. 4 ചേർന്ന വഴിയിൽ ഇത് എറിയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ 2 വഴി ചേർന്നതാണെങ്കിലും കുഴപ്പമില്ല, അവിടെയും എറിയുക. ഇങ്ങനെ എറിയുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ മംഗല്യഭാഗ്യത്തിന് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. നാരങ്ങ 2ആയി മുറിച്ചതിന് ശേഷം നാരങ്ങയുടെ പുറം ഭാഗം ഉള്ളിലേക്ക് തള്ളി ഒരു വിളക്കിന്റെ രൂപത്തിലേക്ക് മാറ്റുക. അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് അതിലേക്ക് തിരിവെച്ച് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ മാംഗല്യദോഷങ്ങളെല്ലാം മാറാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന നാരങ്ങ കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ദോഷങ്ങളൊക്കെ മാറ്റാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതിയെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നാരങ്ങ കൊണ്ടുള്ള പ്രയോഗങ്ങളെല്ലാം ചെയ്തു നോക്കുക. എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും വാസ്തുപരമായ ദോഷങ്ങളും മാറി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.